ആലോലം ആനന്ദ മെല്ലെ മണികണ്ഠൻ, ഹായ്. എന്ത് തോന്നുന്നു സ്വന്തം പാട്ടിനെ കുറിച്ച്? കൂടുതലൊന്നും ഞാൻ ചോദിക്കാത്തത് കാരണം ജഡ്ജസ് കഷ്ടപ്പെടണമെന്നാണ് എൻ്റെ ആഗ്രഹം. നിങ്ങൾ ആരാണ് നല്ലതെന്ന് കണ്ടുപിടിക്കാൻ അവർ കുറച്ച് മെനക്കെടണം. അപ്പോഴേ ഞങ്ങൾ ഓഡിയൻസിന് നല്ലൊരു സദ്യ കിട്ടും. ശരിയല്ലേ? അതെ അതെ. അപ്പോൾ ഇപ്പം എന്ത് തോന്നുന്നു? കുഴപ്പമില്ല. ബെസ്റ്റ് വിഷസ്. ആര്യ സുരേഷ് വാനമ്പാടി സീസൺ 2-ന് പൊൻതിളക്കം സമ്മാനിക്കാൻ പൊൻകുന്നത്തു നിന്നും വാനമ്പാടിയെ പാടിയുണർത്താനെത്തിയ പ്രിയ ഗായിക. വാഴൂർ NSS കോളേജിൽ നിന്നും BA ബിരുദമെടുത്ത ആര്യയ്ക്ക് ആത്മവിശ്വാസമേകി അച്ഛൻ സുരേഷ് കുമാറും അമ്മ ആശയും സഹോദരൻ അശ്വിനും എപ്പോഴും ഒപ്പമുണ്ട്. KPSC രവിമാഷിൽ നിന്നും സംഗീതം അഭ്യസിക്കുന്ന ആര്യ ഒരു നല്ല ഗായിക മാത്രമല്ല, ഡ്രോയിങ്ങിലും ജ്വല്ലറി മേക്കിങ്ങിലും കഴിവ് തെളിയിച്ച കലാകാരി കൂടിയാണ്. വാനമ്പാടിയുടെ ഗ്രാൻഡ് ഫിനാലെ വേദിയിലെത്താൻ ആര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച സുഹൃത്തുക്കൾക്കും നാട്ടുകാർക്കും ഒരു പൊൻതൂവൽ സമ്മാനിക്കാൻ ആര്യയ്ക്കാകുമോ? ഇന്ന് ഈ വേദി അതിനുത്തരമേകും. ആര്യയെ നമുക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം ഈ കലാദേവതാ മണ്ഡപത്തിലേക്ക്, അനർഘസുന്ദര നിമിഷങ്ങളിലേക്ക്. ആര്യ, സീസൺ 1-ന്റെ ഗ്രാൻഡ് ഫിനാലെ വേദി ഇവിടെ തന്നെയായിരുന്നു. അതിൽ സ്ത്രീ സാന്നിധ്യം ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, സന്ധ്യാസുന്ദരൻ. പക്ഷേ ഈ പ്രാവശ്യം മിടുക്കികളായ 3 പേരാണ് കളർഫുൾ ഈ ഒരു പരിപാടി കളർഫുള്ളാക്കാൻ എത്തിയിരിക്കുന്നത്. അതിൽ മെലഡി റൗണ്ടിലെ ലാസ്റ്റ് കണ്ടസ്റ്റൻ്റ് ആണ് ആര്യ. അപ്പോൾ ഈ വേദിയിൽ നിൽക്കുമ്പോൾ ആര്യയ്ക്ക് എന്ത് തോന്നുന്നു? ഒരുപാട് സന്തോഷം തോന്നുന്നു. ഓക്കെ, ഏത് പാട്ടാണ്? ഞാൻ ജാനകിയമ്മ പാടിയ സൂര്യകാന്തി. ഓക്കെ, റെഡി. സൂര്യകാന്തി
ആര്യ വീർത്ത് അല്ലേ? കുഴപ്പമില്ല, പാട്ടൊക്കെ സ്വന്തമായിട്ട് ഇഷ്ടപ്പെട്ടോ? ഓക്കെ, ബാക്കി നമുക്ക് ജഡ്ജസ് പിന്നെ പറയുമ്പോൾ കേൾക്കാം. ഓക്കെ. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 മ്യൂസിക്കൽ റിയാലിറ്റി ഷോ കരിക്കിനെ സിൽക്ക് വില്ലാജിയോ വാനമ്പാടി സീസൺ 2 പവേഡ് ബൈ പോപ്സ് എംസാൻ ആൻഡ് ഈഫൽ കൺസ്ട്രക്ഷൻസ്. മെലഡി റൗണ്ട് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി റേഡിയോ മാക്ഫാസ്റ്റ് 90.4ഉം മാക്ഫാസ്റ്റ് കോളേജും സംയുക്തമായിട്ട് ചില മഹത് വ്യക്തികളെ അവാർഡ് നൽകി ആദരിക്കുകയാണ്. സമൂഹത്തിൻ്റെ പല മേഖലകളിൽ അവരുടേതായ കഴിവ് തെളിയിച്ച ആ വ്യക്തികൾ, അവാർഡ് കമ്മിറ്റി തിരഞ്ഞെടുത്ത 3 വ്യക്തികൾ, അവരാരൊക്കെയാണെന്ന് നമുക്ക് ഇന്ന് ഈ വേദിയിൽ അറിയാം. ആദ്യമായി അവാർഡ് സ്വീകരിക്കാൻ ഈ വേദിയിലെത്തുന്നു കല രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ജന്മം. ഓരോ ശ്വാസത്തിലും അഭിനയത്തെയും സംവിധാനത്തെയും സ്നേഹിക്കുന്ന വ്യക്തി. അതാണ് കവിയൂർ ശിവപ്രസാദ്. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ബിരുദവുമായി വേറൊരു മേഖലയും തനിക്ക് യോജിക്കില്ലെന്ന തിരിച്ചറിവോടെ ശിവപ്രസാദ് തിരഞ്ഞെടുത്തത് സിനിമാ മേഖല തന്നെയാണ്. പുരൂരവസ്, സൈരന്ത്രി, വേമ്പനാട്, ഗൗരി എന്നിവ ചലച്ചിത്ര ലോകത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകളാണ്. ദേശീയ സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾക്ക് അർഹനായ ശിവപ്രസാദ് 2 തവണ ചലച്ചിത്ര അക്കാദമി, സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര സമിതി, ഇന്ത്യൻ പനോരമ എന്നിവയുടെ ജൂറിയായും പ്രവർത്തിച്ചു. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിരുന്ന അദ്ദേഹം ഇപ്പോൾ ചങ്ങനാശ്ശേരി സെയിന്റ് ജോസഫ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഫാക്കൽറ്റി മെമ്പറായി പ്രവർത്തിക്കുന്നു. മകൻ സിദ്ധാർത്ഥ് ശിവ മലയാള സിനിമാ ലോകത്ത് അറിയപ്പെടുന്ന സംവിധായകനും അഭിനേതാവുമാണ്. റേഡിയോ മാക്ഫാസ്റ്റ് 90.4ന്റെ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി ഈ വേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു കവിയൂർ ശിവപ്രസാദിനെ. വെൽക്കം മിസ്റ്റർ കവിയൂർ ശിവപ്രസാദ്. 10,001 രൂപയും റേഡിയോ മാക്ഫാസ്റ്റ് 90.4ഉം മാക്ഫാസ്റ്റ് കോളേജ് നൽകുന്ന അവാർഡും കവിയൂർ ശിവപ്രസാദിന് സമ്മാനിക്കുന്നതിനായിട്ട് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ചെയർമാനും മാക്ഫാസ്റ്റ് കോളേജ് പ്രിൻസിപ്പളുമായ റവറൻഡ് ഫാദർ പ്രദീപ് വാഴത്രമലയിലിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സർ, 2 വാക്ക്. എല്ലാവർക്കും നന്ദി, അതുമാത്രമേ പറയുന്നുള്ളൂ. 2 വാക്ക്. ഇങ്ങനൊരു സദസ്സിൽ വെച്ച് എന്നെ ആദരിച്ചതിന് പ്രത്യേകം നന്ദി പറയുന്നു. മുളമുട്ടിലച്ഛനോടുണ്ട് എനിക്ക് പ്രത്യേകം കടപ്പാടുള്ള കാര്യത്തിൽ അദ്ദേഹത്തോട് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. താങ്ക് യു മിസ്റ്റർ കവിയൂർ ശിവപ്രസാദ്. അടുത്തതായി 10,001 രൂപയും അവാർഡും ഏറ്റുവാങ്ങുന്നതിനായി ഈ വേദിയിലെത്തുന്നു ജീവിതയാത്രയിൽ ഒറ്റപ്പെട്ട് ആശ്രയമില്ലാതെ ഉഴലുന്ന ഒട്ടനവധി പേർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ആലംബഹീനരായ ഇവർക്ക് ഗിൽഗാൽ ആശ്വാസ ഭവൻ അത്താണിയാണ്. ഇവിടെ ജാതിമത ഭേദമില്ല. അന്തേവാസികളെല്ലാം സമൂഹം പുറന്തള്ളിയവർ, അല്ലെങ്കിൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ ഭവനങ്ങളിൽ നിന്ന് മാറ്റി നിർത്താൻ വിധിക്കപ്പെട്ടവർ. പാസ്റ്റർ ജേക്കബ് ജോസഫിന്റെയും പത്നി സാലിയുടെയും ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സാക്ഷാത്കാരമാണ് ഈ സ്ഥാപനം. മറ്റുള്ളവരെ സേവിക്കുന്നതാണ് യഥാർത്ഥ സുവിശേഷം എന്ന തിരിച്ചറിവാണ് ഗിൽഗാൽ എന്ന സ്ഥാപനം ആരംഭിക്കാൻ പാസ്റ്റർ ജേക്കബ് ജോസഫിന് പ്രചോദനമായത്. ഇവിടുത്തെ അന്തേവാസികളുടെ പരിപാലനത്തിനും പരിചരണത്തിനും സന്നദ്ധരായ ഒരു കൂട്ടം ആളുകളുണ്ട്. ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും സേവനം ലഭ്യമാക്കിയിട്ടുണ്ട്. നല്ലൊരു ഫാർമസിയും ഇവിടെ പ്രവർത്തിക്കുന്നു. ശുചിത്വത്തിന്റെ കാര്യത്തിൽ 5 നക്ഷത്ര ഹോട്ടലുകളെ വെല്ലുന്നതാണ് ഗിൽഗാൽ. അന്തേവാസികൾ കഴിയുന്ന മുറികൾ അത്രയേറെ വെടിപ്പും ശുചിത്വമുള്ളവയാണ്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കശ്മീരിനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഇവിടെ സ്മരണീയമാണ്. ഇഫ് there is a paradise on earth, it is this എന്നാണ് നെഹ്റു വിശേഷിപ്പിച്ചത്. തീർച്ചയായും ഗിൽഗാലിനെ കുറിച്ചും ഇങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. റേഡിയോ മാക്ഫാസ്റ്റ് 90.4ന്റെ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി ഗിൽഗാൽ ആശ്വാസ ഭവന്റെ ഫൗണ്ടർ ആൻഡ് മാനേജിംഗ് ട്രസ്റ്റി മിസ്റ്റർ ആൻഡ് മിസസ് ജേക്കബ് ജോസഫിനെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു.
ജേക്കബ് സാർ 2 വാക്ക്. പാവങ്ങളുടെ നൊമ്പരം അറിയുന്ന റേഡിയോ മാക്ഫാസ്റ്റിന് ഗിൽഗാൽ ആശ്വാസവൻ കുടുംബത്തിൻ്റെ ആശംസ ഇത്തരണത്തിൽ അറിയിക്കുകയാണ്. ഈ അവാർഡ് എനിക്കല്ല, ജീവിതത്തിൽ നൊമ്പരം അനുഭവിക്കുന്ന 350-ലധികം ആളുകൾക്ക് വേണ്ടി സ്നേഹപൂർവ്വം സ്വീകരിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു മിസ്റ്റർ ജേക്കബ് ജോസഫ് ആൻഡ് സാലി ജേക്കബ് ജോസഫ്. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 മാക്ഫാസ്റ്റ് കോളേജ് നൽകുന്ന ലാസ്റ്റ് ആൻഡ് ഫൈനൽ അവാർഡ് ഏറ്റുവാങ്ങാൻ ജനീവ ആസ്ഥാനമായുള്ള വേൾഡ് സൈക്കാട്രിക് അസോസിയേഷൻ സെക്രട്ടറി ജനറൽ പദവി വഹിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനും ഏഷ്യക്കാരനുമാണ് ഡോക്ടർ റോയ് എബ്രഹാം കള്ളിവയലിൽ. മെഡിക്കൽ പഠനത്തിന് ശേഷം അധ്യാപകനായാണ് അദ്ദേഹം ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. മാനസികാരോഗ്യ ചികിത്സാ വിഭാഗം മേധാവി, വിവിധ മെഡിക്കൽ കോളേജുകളുടെ പ്രിൻസിപ്പൽ, ഇന്ത്യൻ സൈക്കാട്രി സൊസൈറ്റി അധ്യക്ഷൻ തുടങ്ങി നിരവധി പദവികൾ വഹിച്ചിട്ടുള്ള ഡോക്ടർ റോയ് എബ്രഹാം കള്ളിവയലിന് IMA നാഷണൽ അവാർഡ്, മാനസികാരോഗ്യ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ്, സാക്കിന്റെ ഏറ്റവും നല്ല മാനസികാരോഗ്യ വിദഗ്ധനുള്ള അവാർഡ് എന്നിങ്ങനെ നിരവധി ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ പുഷ്പഗിരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് സൈക്കാട്രി വിഭാഗം മേധാവിയായി പ്രവർത്തിച്ചു വരുന്നു. റേഡിയോ മാക്ഫാസ്റ്റ് 90.4ന്റെ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി സഹർഷം സ്വാഗതം ചെയ്യാം ഡോക്ടർ റോയ് എബ്രഹാം കള്ളിവയലിനെ. ഡോക്ടർ എബ്രഹാം വർഗീസ്. Thank you, Dr. Abraham Varghese, and thank you, Reverend Father Pradeep Vadatharamalai. ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന വാനമ്പാടി റേഡിയോ മാക്ഫാസ്റ്റ് 90.4 മ്യൂസിക്കൽ റിയാലിറ്റി ഷോ കരിക്കുന്ന സിൽക്ക് വില്ലാജിയോ വാനമ്പാടി സീസൺ 2 powered by Popes Emzan and Eiffel Construction. നെക്സ്റ്റ് റൗണ്ട് ആദ്യമായി വേദിയിലെത്തുന്നു. എന്താ പറഞ്ഞേ? ഡാൻസാ വേണം? നിങ്ങൾ ചോദിച്ച പിന്നെ തരാതിരിക്കാൻ പറ്റുമോ? അപ്പൊ പിന്നെ നമുക്ക് മാക്ഫാസ്റ്റ് കോളേജിലെ റഷ്യൻ റഹീമും സിയാന, യെസ് സിയാന, അവർ രണ്ടുപേരും കൂടെ കുറച്ചു നേരം ഈ ഒരു ഡാൻസ് ആടി തകർക്കട്ടെ അല്ലേ? പാട്ടിനിടയ്ക്ക് ഒരു ഡാൻസ്. तेरा रंग बल्ले बल्ले, तेरी चाल बल्ले बल्ले, तेरा
അടുത്ത സെമി ക്ലാസിക്കൽ റൗണ്ടാണ്. അപ്പോൾ റേഡിയോ കേൾക്കുന്ന കുറേ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞു സുമേഷ് ഭായി ഒരു പാട്ട് പാടാം. അപ്പം എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്, എല്ലാവർക്കും സന്തോഷം ഉണ്ടാക്കുന്നൊരു വാർത്ത പറയാം. ഞാൻ പാടുന്നില്ല. സെമി ക്ലാസിക്കൽ റൗണ്ടിൽ പാടാൻ വേണ്ടിയിട്ട് ആദ്യം എത്തുന്ന ആരാണ്? പറ. യെസ്, നിങ്ങളുടെ പ്രിയപ്പെട്ട സാരംഗി. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 മ്യൂസിക്കൽ റിയാലിറ്റി ഷോ സീസൺ 2 കരിക്കനേസ് സിൽക്ക് വില്ലാജിയോ വാനമ്പാടി. ആര്യ ഫസ്റ്റ്, സോറി സാരംഗി. സാരംഗിയുടെ കുറേ ബന്ധുക്കളൊക്കെ വന്നിട്ട് പ്രത്യേകം പ്രാർത്ഥനയൊക്കെ എൻ്റെ തന്നിട്ടുണ്ട്. ഓക്കെ, ഈ സെമി ക്ലാസിക്കൽ റൗണ്ടിൽ ഏത് പാട്ടാണ് പാടുന്നത്? ഞാൻ കാറ്ററോട് കുഴലിൻ നാദമേ എന്ന ചിത്ര ചേച്ചി പാടിയ. ഓക്കെ.